ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, രാവിലെ ഉണരുമ്പോൾ മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതുവരെ മാറ്റിവെക്കാൻ പറ്റാത്ത ഒന്നായി സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞു. ഒരുപക്ഷെ ഈ നിമിഷത്തിൽ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നതും സോഷ്യൽ മീഡിയയിലൂടെ തന്നെയായിരിക്കും. ലോകത്തെ മുഴുവൻ ഒരു വിരൽ തുമ്പിൽ എത്തിക്കാൻ ഡിജിറ്റൽ ലോകത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നന്മകളുടെ ഈ വലിയ ലോകത്തിനു പിന്നിൽ ഒരു ക്രിസ്തീയ വിശ്വാസിയെ കാത്തിരിക്കുന്ന ചില ചതിക്കുഴികളുണ്ട്. നമ്മൾ പോലും അറിയാതെ വളരെ സൈലന്റായി നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കുന്ന ചില പാപ പ്രലോഭനങ്ങൾ, ചാറ്റിങ്ങുകൾ, റീൽസുകൾ, അശ്ലീല ദൃശ്യങ്ങൾ, മറ്റുള്ളവരുടെ ജീവിതം കണ്ടുള്ള അസൂയ. പിശാചിന്ന് വിശ്വാസികളെ വീഴ്ത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമായി സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞു. ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ഈ ഡിജിറ്റൽ യുഗത്തെ നാം എത്രത്തോളം ജാഗ്രതയുള്ളവരാണ്? ഇന്ന് നാം ചിന്തിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ പാപ പ്രലോഭനങ്ങളെക്കുറിച്ചാണ്. ഇതിനെ വചനാടിസ്ഥാനത്തിൽ എങ്ങനെ പ്രതിരോധിക്കാമെന്നും നമുക്ക് നോക്കാം. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ചതിക്കുഴികളിൽ വീഴാതെ നമ്മുടെ തലമുറകൾ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സകലരും വലിയൊരു വിശ്വാസത്തോടെ താഴെ കമന്റ് ബോക്സിൽ ഇപ്രകാരം ഒന്ന് എഴുതുക: എൻ്റെ തലമുറകൾ പാപ പ്രലോഭനങ്ങളിൽ വീഴാതെ എൻ്റെ ദൈവം അവരെ കാത്തുകൊള്ളും. നിങ്ങളുടെ ഈ വിശ്വാസ പ്രഖ്യാപനം നിങ്ങളുടെ തലമുറകളെ സംരക്ഷിക്കുമാറാകട്ടെ. ഈ വിഷയത്തെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കണ്ണുകളുടെ മോഹവും സമയനഷ്ടവും. സോഷ്യൽ മീഡിയയിലൂടെ പിശാചിന് ഏറ്റവും കൂടുതൽ ആളുകളെ, പ്രത്യേകിച്ച് വിശ്വാസികളെ വീഴ്ത്താനായി ഉപയോഗിക്കുന്നത് നമ്മുടെ കണ്ണുകളെയാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം: ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതൊക്കെയും പിതാവിൽ നിന്നുള്ളതല്ല, ലോകത്തിൽ നിന്നുള്ളതത്രേ. നമ്മുടെ ഫോൺ എടുത്ത് വെറുതെ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്ക്രീനിൽ വരുന്നത് എന്തൊക്കെയാണ്? അശ്ലീലത നിറഞ്ഞ ചിത്രങ്ങൾ, തെറ്റായ ചിന്തകൾ വളർത്തുന്ന ചിത്രങ്ങൾ, പരദൂഷണങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആഡംബര ജീവിതം കാണിച്ചു കൊടുത്ത് നമ്മളിൽ അസൂയയും നിരാശയും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യത്തിൽ യേശുക്രിസ്തു വളരെ കൃത്യമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒരു സ്ത്രീയെ മോഹത്തോടെ നോക്കുന്നവനെല്ലാം ഹൃദയത്തിൽ അവളോട് വ്യഭിചാരം ചെയ്തിരിക്കുന്നു. ഇന്ന് നമ്മുടെ സ്ക്രീനിൽ മിന്നിമറയുന്ന പല റീൽസുകളും ഷോർട്സുകളും നമ്മുടെ ഹൃദയത്തെ അശുദ്ധമാക്കുന്നവയാണ്. ഒരു ചെറിയ ലൈക്കിലോ അല്ലെങ്കിൽ ഒളിച്ചു നിന്നുള്ള നോട്ടത്തിലോ ഒളിഞ്ഞിരിക്കുന്ന വലിയ പാപത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയും. ഇതിനോട് ചേർത്ത് വയ്ക്കുന്ന മറ്റൊരു വലിയ അപകടമാണ് സമയനഷ്ടം. വെറുതെ 5 മിനിറ്റ് നോക്കാമെന്ന് കരുതിയാണ് നാം പലപ്പോഴും ഫോൺ എടുക്കുന്നത്. എന്നാൽ റീൽസും ഷോർട്സുമൊക്കെ ഒന്നിനു പുറകെ ഒന്നായി മാറി വന്നുകൊണ്ടിരിക്കുമ്പോൾ മണിക്കൂറുകൾ എങ്ങനെ കടന്നുപോയി എന്ന് നമ്മൾ അറിയാറേയില്ല. പ്രിയ സഹോദരങ്ങളെ, പിശാച് നമ്മുടെ വിലയേറിയ സമയത്തെയാണ് ഇവിടെ മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നമുക്ക് മണിക്കൂറുകൾ ചിലവഴിക്കാൻ ഒരു മടിയുമില്ല. എന്നാൽ ദൈവത്തോട് ഒരു 5 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കാനോ വിശുദ്ധ ബൈബിൾ എടുത്ത് വായിക്കാനോ പറഞ്ഞാൽ നമുക്ക് സമയമില്ല എന്നാണ് മറുപടി. നമ്മുടെ ആത്മീയ ജീവിതം പതിയെ പതിയെ തണുത്തുപോകാൻ ഈ സമയനഷ്ടം കാരണമാകുന്നുണ്ട്. നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്നത് കൺമോഹങ്ങളിൽ നിന്നും നമ്മുടെ ആത്മീയതയെ തകർക്കുന്ന സമയനഷ്ടത്തിൽ നിന്നും നാം ഉണരേണ്ട സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ ലോകം നമുക്ക് നൽകുന്ന ആനുകൂല്യം എന്താണെന്നറിയാമോ? അത് അജ്ഞാതത്വം, അഥവാ ആരും കാണാനില്ല എന്നുള്ള ചിന്ത. യഥാർത്ഥ ജീവിതത്തിൽ സഭയിലും കുടുംബത്തിലും വളരെ ആത്മീകനായി മാന്യനായി ജീവിക്കുന്ന ഒരാൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി ആരുടെയും കണ്ണിൽപ്പെടാതെ ജീവിക്കാൻ ഇന്ന് വളരെ എളുപ്പമാണ്. യഥാർത്ഥ പേരോ ചിത്രമോ ഇല്ലാത്ത പ്രൊഫൈലുകൾക്ക് പിന്നിൽ ഒളിച്ചിരുന്ന് മോശം കമന്റുകളിടും, അശ്ലീല ഗ്രൂപ്പുകളിൽ അംഗമാകുന്നു, രഹസ്യമായി അവിശുദ്ധ ബന്ധങ്ങൾ സ്ഥാപിക്കുക.
ഇവയൊക്കെ ഇന്ന് സാധാരണമായി മാറിക്കഴിഞ്ഞു. ആരും കാണുന്നില്ലല്ലോ എൻ്റെ ഭാര്യയോ ഭർത്താവോ മക്കളോ മാതാപിതാക്കളോ, ഇങ്ങനെ പലരും ഇത് അറിയുന്നില്ലല്ലോ എന്ന ചിന്തയാണ് വീണ്ടും പാപത്തിലേക്ക് നയിക്കുന്നത്. എന്നാൽ സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ ബൈബിൾ നമ്മെ വലിയൊരു സത്യം ഓർമ്മിപ്പിക്കുന്നു. യഹോവയുടെ കണ്ണ് എല്ലായിടവുമുണ്ട്. ദൈവം നല്ലവരെയും ചീത്തയായ ആളുകളെയും നോക്കിക്കൊണ്ടിരിക്കും. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം. നിങ്ങളുടെ ചാറ്റ് ഹിസ്റ്ററിയും ബ്രൗസിംഗ് ഹിസ്റ്ററിയും ഡിലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം. മനുഷ്യരുടെ കണ്ണുകളെ നിങ്ങൾക്ക് പൂർണ്ണമായി വെട്ടിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ അർദ്ധരാത്രിയിൽ ഇരുട്ടത്തിരുന്ന് നിങ്ങൾ ഫോൺ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ആ സ്ക്രീനിനേക്കാൾ തിളക്കത്തോടെ നിങ്ങളെ നോക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു ദൈവത്തിൻ്റെ കണ്ണുണ്ട്. നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ഓരോ വാക്കുകളും, നിങ്ങൾ കാണുന്ന ഓരോ ദൃശ്യങ്ങളും, നിങ്ങളുടെ ഹൃദയത്തിലെ രഹസ്യ വിചാരങ്ങളും ദൈവം കാണുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനുഷ്യനെ ഭയപ്പെടുന്നതിനേക്കാൾ നമ്മെ കാണുന്ന ദൈവത്തെ ഭയപ്പെടാൻ നമുക്ക് കഴിയണം. ദൈവം എന്നെ കാണുന്നു എന്നുള്ള ആ ബോധ്യം മാത്രമാണ് ഇത്തരം രഹസ്യ പാപങ്ങളിൽ നിന്നും വ്യാജമായ ആത്മീയ മുഖംമൂടികളിൽ നിന്നും നമ്മെ വിടുവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഒരു ക്രിസ്തീയ വിശ്വാസി എങ്ങനെയാണ് ജാഗ്രത പാലിക്കേണ്ടത്? സോഷ്യൽ മീഡിയ പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നാണോ? ഒരിക്കലുമല്ല. മറിച്ച് പിശാചിന്റെ കിണികളിൽ വീഴാതെ ബൈബിൾ അടിസ്ഥാനമാക്കിയുള്ള 3 പ്രായോഗിക ആയുധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ഉപയോഗിക്കണം. ഒന്നാമതായും, കൃത്യമായി അതിരുകൾ നിശ്ചയിക്കുക. നമ്മുടെ ഫോൺ ഉപയോഗത്തിന് ഒരു ലക്ഷ്യവും സമയവും ഉണ്ടായിരിക്കണം. സഭാപ്രസംഗി 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം പറയുന്നു, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. രാവിലെ എഴുന്നേറ്റയുടൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനും വചനം വായിക്കുന്നതിനു മുൻപ് ഫോൺ എടുക്കില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. രാത്രി ഉറങ്ങുന്നതിന് മുൻപുള്ള സമയവും ദൈവത്തിനായി മാറ്റിവെക്കണം. ഫോൺ ഉപയോഗിക്കാൻ ഒരു നിശ്ചിത സമയം മാത്രം മാറ്റിവെക്കാൻ നാം പഠിക്കണം. ആ സമയം കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ആപ്പുകൾ ക്ലോസ് ചെയ്യാൻ നമ്മൾ നിർബന്ധമായും ചെയ്യണം. അല്ലാതെ സോഷ്യൽ മീഡിയ നിങ്ങളുടെ സമയത്തെ നിയന്ത്രിക്കരുത്. നിങ്ങൾ സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കണം. രണ്ടാമതായി, ഉള്ളടക്കങ്ങൾ ഫിൽറ്റർ ചെയ്യുക. നമ്മുടെ കണ്ണുകളിലേക്കും മനസ്സിലേക്കും എന്ത് വരണം എന്ന് തീരുമാനിക്കേണ്ട അവകാശം നമുക്കുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായ ഒക്കെയും നീതിയായവ ഒക്കെയും നിർമ്മലമായവയൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സദ്ഗുണമോ പുകഴ്ചയോ ഉള്ളതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ ആത്മീയ ചിന്തകളെ തകർക്കുന്ന, നിങ്ങളിൽ ജഡീക മോഹങ്ങൾ ഉണർത്തുന്ന പേജുകളും അക്കൗണ്ടുകളും ഉണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ അവ അൺഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക. നന്മയുള്ളതും നിങ്ങളുടെ അറിവും ആത്മീയതയും വർദ്ധിപ്പിക്കുന്ന ചാനലുകളും പേജുകളും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമതായി, ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക. പ്രലോഭനങ്ങൾ വരുമ്പോൾ അതിനെ ജയിക്കാൻ വചനത്തിന് മാത്രമേ സാധിക്കൂ. 119-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യം, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച് വച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ പിശാച് മരുഭൂമിയിൽ വെച്ച് പരീക്ഷിച്ചപ്പോൾ യേശു വചനം കൊണ്ടാണ് പിശാചിനെ തോൽപ്പിച്ചത്. നമ്മുടെ ഫോൺ സ്ക്രീനിലേക്ക് പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ തള്ളിക്കളയാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. സ്ക്രീൻ നോക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ബൈബിൾ വായിക്കാൻ നമ്മൾ തയ്യാറായാൽ ഒരു പ്രലോഭനത്തിനും നമ്മെ വീഴ്ത്താൻ കഴിയില്ല. പ്രിയ സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയ ഒരു നല്ല വേലക്കാരനാണ്, എന്നാൽ വലിയ അപകടകാരിയായ യജമാനനും ആണ്. അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഭരിക്കാൻ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് വലിയ ഡിജിറ്റൽ യുദ്ധകളത്തിലാണ്. നമ്മുടെ കണ്ണുകളും നമ്മുടെ സമയവും നമ്മുടെ ആത്മീയ വിശുദ്ധിയും കവർന്നെടുക്കാൻ പിശാച് സോഷ്യൽ മീഡിയയെ ഒരു വലിയ കെണിയായി നമ്മുടെ മുൻപിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ഓർക്കുക,
നമ്മൾ ഈ ലോകത്തിൻ്റേതല്ല, നമ്മൾ ക്രിസ്തുവിനുള്ളവരാണ്. ഇന്നു മുതൽ നമുക്ക് നമ്മെ തന്നെ പുതുക്കാം. പാപ പ്രലോഭനങ്ങളിൽ വീണുപോകാതെ ദൈവവചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവ സാന്നിധ്യത്തിൽ നിറയാം. ഈ കേട്ട വചനത്താൽ നമ്മെ ഓരോരുത്തരെയും ദൈവം കാത്ത് സൂക്ഷിച്ച് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.